വിദേശത്തുള്ള എല്ലാ പ്രവാസികളും ആസ്തി വെളിപ്പെടുത്തണമെന്ന പ്രചാരണത്തിന് വ്യക്തത വരുത്തി വിദഗ്ധർ. സാധാരണക്കാരായ പ്രവാസികൾ ആസ്തി വെളിപ്പെടുത്തണമെന്ന് നിർദ്ദേശമില്ല. ഇന്ത്യയിൽ താമസിക്കുന്നവരുടെ വിദേശത്തുള്ള സ്വത്തുക്കളുടെയും വരുമാനങ്ങളുടെയും വിവരങ്ങളാണ് ആദായനികുതി വകുപ്പിന് സമർപ്പിക്കേണ്ടത്. എല്ലാ പ്രവാസികളും തങ്ങളുടെ വിദേശത്തുള്ള ആസ്തി വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര ആദായനികുതി വകുപ്പിന്റെ നിർദ്ദേശമുള്ളതായി പ്രചാരണമുണ്ടായിരുന്നു. ഇത് തെറ്റാണെന്നും NRI സ്റ്റാറ്റസ് ഉള്ള പ്രവാസികളുടെ വിദേശത്ത് മാത്രമായുള്ള സ്വത്ത് വെളിപ്പെടുത്തേണ്ടതില്ല എന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു. ആദായനികുതി വകുപ്പ് പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ താമസിക്കുന്നവർ അവരുടെ വിദേശത്തുള്ള ആസ്തികളെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തണം. ഇന്ത്യയിലുള്ള കമ്പനികളുടെ വിദേശത്തുള്ള നിക്ഷേപങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. എന്നാൽ NRI സ്റ്റാറ്റസ് ഉള്ള പ്രവാസികളുടെ വിദേശത്തുള്ള സ്വത്തിനും വരുമാനത്തിനും ഇത് ബാധകമല്ലെന്ന് സൗദിയിലെ അറബ് കൺസൾട്ട് ഹൌസ് CEOയും പ്രോ യൂണിയൻ ഓഡിറ്റ് ഡയറക്ടറുമായ നജീബ് മുസ്ലിയാരകത്ത് പറഞ്ഞു. റെസിഡന്റ് ഇന്ത്യൻ ആണ്, അയാൾക്ക് വിദേശത്ത് ആസ്തി ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടത്. ഒരു നോൺ റെസിഡൻസ് NRI ആയിട്ടുള്ള ഒരാൾക്ക് അവരുടെ ആസ്തി വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇപ്പോഴത്തെ നിയമത്തിലില്ല. രണ്ടാമത്തെ വിഷയം, ഈ സൗദി അറേബ്യയെ കുറിച്ചാണെങ്കിൽ സൗദിയിൽ ഒരുപാട് ഇന്ത്യൻ കമ്പനികളുടെ ഓണർഷിപ്പിൽ സൗദിയിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളെല്ലാം റെസിഡന്റ് കമ്പനികളാണ്. അതായത് ഇന്ത്യൻ റെസിഡന്റ് കമ്പനികളാണ് ഇന്ത്യയിലെ പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ LLP കമ്പനികൾ. ആ കമ്പനികൾ അവരുടെ ആസ്തി അല്ലെങ്കിൽ ആ കമ്പനിയുടെ സബ്സിഡറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചായിട്ട് സൗദി അറേബ്യയിൽ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ത്യയിൽ വെളിപ്പെടുത്താൻ ആ കമ്പനി ഓണേഴ്സ് ബാധ്യസ്ഥരാണ്. ഈവൻ ആ കമ്പനി ഓണർ NRI ആണെങ്കിലും ആ കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരാളും വിദേശ വരുമാനമോ ആസ്തിയോ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. വരുമാനം നികുതി പരിധിക്ക് താഴെയാണെങ്കിൽ പോലും അത് വെളിപ്പെടുത്തണം. മുൻ വർഷം 182 ദിവസമോ അതിലധികമോ ഇന്ത്യയിൽ താമസിച്ച വ്യക്തി താമസക്കാരനാണ്. കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ 365 ദിവസമോ അതിലധികമോ ഇന്ത്യയിൽ താമസിക്കുകയും അതിൽ കഴിഞ്ഞ വർഷം മാത്രം 60 ദിവസമെങ്കിലും താമസിച്ചവരെയും ഇത് ബാധിക്കും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.